നീ എന്റെ ഭർത്താവായതുകൊണ്ടാ പബ്ലിക്കായിട്ട് നിന്റെ കരണം നോക്കി അടിക്കാത്തത്. എന്റെ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാര് ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നു, ഫോൺ കൊടുക്കുന്നു. അവന്റെ ഒരു പരട്ട റോസാപ്പൂ. നിനക്ക് നാണമില്ലേ ഒരു റോസാപ്പൂവും കൊണ്ട് എന്റെ മുന്നിൽ വന്ന് സർപ്രൈസ് തരാൻ? നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. മാറി നിൽക്കടാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നിറങ്ങി. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഋഷി അപമാനിക്കപ്പെട്ടു. ശ്രീലക്ഷ്മിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഋഷി. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അവൾ ഋഷിയെ കല്യാണം കഴിച്ചത്. പക്ഷേ അവൾ കരുതുന്നത് പോലെ ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല അവൻ. ഒരു ചേരിയിൽ ജീവിക്കുന്ന സാധാരണ ഡെലിവറി ബോയ്. അതായിരുന്നു അവന്റെ ക്വാളിഫിക്കേഷൻ. ആ തിരിച്ചറിവ് അവൾക്ക് ഒരുപാട് വേദനയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവൾ വീടിന് പുറത്തുള്ള ആരെയും അവളുടെ കല്യാണക്കാരെയും അറിയിച്ചിരുന്നില്ല. ഒരു ദിവസം ഓഫീസിലെ പാർട്ടി നടക്കുന്ന ദിവസം എല്ലാവർക്കുമുള്ള ഫുഡുമായി ഋഷി ഒരു ഡെലിവറി ബോയിയുടെ വേഷത്തിൽ അവിടെ എത്തി. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി അവനെ പണം കൊടുത്തു പറഞ്ഞുവിട്ടു. ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ ഒരു നായയ്ക്ക് സമമായായിരുന്നു കണ്ടിരുന്നത്. നിനക്ക് AC ഇട്ട് കിടന്നുറങ്ങാനാണോടാ ഞാൻ ഈ കാർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കറിയാലോ എനിക്കിന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. നീ ഇവിടെ കിടന്നുറങ്ങിയാ എനിക്ക് മീറ്റിംഗ് മിസ്സാവില്ലേ? നീയൊക്കെ ജന്മം ചെയ്താൽ കാണാൻ സാധ്യതയില്ലാത്ത ആഡംബര ഹോട്ടലിലേക്കാ ഞാൻ പോകുന്നത്. ഡോർ തുറക്കടാ. ഋഷി ചേരിയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായിരുന്നു. പക്ഷേ അവന്റെ കല്യാണം നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളുമായി ആയിരുന്നു. അന്നു മുതൽ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എല്ലാവരും അവനെ ഒരു വേലക്കാരന് സമമായി ആയിരുന്നു കണ്ടിരുന്നത്. എല്ലാ ദിവസവും ആ കുടുംബത്തിലെ എല്ലാവരും, എന്തിന് അവിടുത്തെ വേലക്കാരി പോലും അവനെ ചവിട്ടി തേക്കുമായിരുന്നു. ആ വീട്ടിലെ നായയ്ക്ക് അനുവദിച്ചിരുന്ന മുറിയിൽ ഒരു ഷീറ്റ് വിരിച്ചായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത്. ശ്രീലക്ഷ്മി അവളുടെ കല്യാണം ലണ്ടനിലുള്ള ഒരു ബിസിനസ്സുകാരനുമായി നടന്നിരുന്നു എന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. അവളുടെ കൂട്ടുകാരികൾക്ക് ഭർത്താക്കന്മാർ കൊടുക്കുന്ന ഗിഫ്റ്റ് കണ്ട് അവൾ അസൂയയോടെ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ നാട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഋഷി, നീ എന്നെ ഹോട്ടലിന്റെ പുറത്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. പാർക്കിങ്ങിന്റെ സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ വിളിച്ചല്ലാതെ അകത്തേക്ക് വരരുത്. നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത്. കേട്ട് കാണും, ലക്ഷ്മൺ. അയാളെ കണ്ട ഞാൻ നിന്റെ കാര്യം പറയാം. ആ ഹോട്ടലിൽ വല്ല അരിവെപ്പ് ജോലിയും ഉണ്ടെങ്കിൽ നിനക്ക് വാങ്ങിച്ചു തരാം. അല്ല, ആ ജോലി മാത്രമല്ല നിനക്ക് അറിയൂ. അല്ലെങ്കിൽ പാത്രം കഴുകാനുള്ള ജോലി വാങ്ങിച്ചു തരാം. അങ്ങനെ അവർ ഹോട്ടലിന്റെ മുന്നിലെത്തി. കേട്ടല്ലോ, ഞാൻ വിളിച്ചല്ലാതെ നീ അകത്തേക്ക് വരരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അങ്കിൾ അകത്തേക്ക് പോയി. ഋഷി ഉടനെ തന്നെ വണ്ടി പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുപോയി. നീ എങ്ങോട്ടാണ് തള്ളി കയറിക്കൊണ്ട് പോകുന്നേ? ഇത് VIP പാർക്കിംഗ് ഏരിയ. നിന്റെ വണ്ടി ഇവിടെ ഇടണ്ട. ഋഷി താനൊരു VIP ഗസ്റ്റിനെ കൊണ്ടാണ് വന്നതെന്ന് സെക്യൂരിറ്റിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഋഷി സെക്യൂരിറ്റിയെ എത്ര പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. സെക്യൂരിറ്റി അവനെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ചെന്ന് വീണത് ഹോട്ടൽ മുതലാളി ലക്ഷ്മണിന്റെ കാറിന്റെ മുന്നിലായിരുന്നു. എന്താ ഇവിടെ കാണിക്കുന്നത്? ആ ശബ്ദം ഹോട്ടലിന്റെ മുതലാളി ലക്ഷ്മണിന്റേതായിരുന്നു. ഋഷി സാർ, നിങ്ങൾ? സാർ, എനിക്ക് മാപ്പ് തരൂ. ഇയാൾക്ക് സാറിന് മനസ്സിലായില്ല. സാർ, എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ തന്നെ സാറിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയായിരുന്നില്ലേ? സാർ കാറിന് താക്കോല് തരൂ, ഞാൻ പാർക്ക് ചെയ്യാം. ഇത് കണ്ട് ഞെട്ടൽ മാറാതെ നിൽക്കുന്ന സെക്യൂരിറ്റി, സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഒരു ദരിദ്രന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. ഈ സമയം ശ്രീലക്ഷ്മിയുടെ അങ്കിളിന്റെ കോൾ അവന്റെ ഫോണിൽ മുഴങ്ങി. താങ്ക് യു ലക്ഷ്മൺ, പക്ഷേ എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളെ വന്ന് കാണാം. ഋഷി ഉടനെ തന്നെ അവിടെ നിന്നിറങ്ങി ശ്രീലക്ഷ്മിയുടെ അങ്കിളിന്റെ അടുത്തേക്ക് പോയി. നീ എവിടെ പോയി ചത്തു കിടക്കായിരുന്നു? ഇതുപോലെ ഉത്തരവാദിത്തമില്ലാതെ ഇരുന്നാ അന്ന് തന്നെ നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. നീ കോലത്തെ ലക്ഷ്മൺ സാബ് കണ്ടാവുണ്ടല്ലോ, എന്റെ പണിയും പോവും, നിന്റെ പണിയും പോവും. നീ എന്തുവായി നോക്കിക്ക, പോയി വണ്ടി എടുക്ക. തിരിച്ചെത്തിയപ്പോൾ ഫ്ളാറ്റിന്റെ ലോണിലിരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി. തന്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ദരിദ്രനാണ് എന്നുള്ള പുച്ഛം അവൾക്കുണ്ടായിരുന്നു. അല്പം ദൂരെയായ ഒരു ഡയമണ്ട് മോതിരം കൊടുത്ത ഒരാൾ അവന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ശ്രീലക്ഷ്മി ആകെ വിഷമിച്ചു. തന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്നുള്ള വിഷമവും അവൾക്കുണ്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഇതുപോലൊരു ലക്ഷറി കാറുണ്ട്.
അത് അവൻ ഡ്രൈവ് ചെയ്യുന്നു, അതുകൊണ്ട് സിറ്റിയിൽ കറങ്ങുന്നു. പക്ഷേ എന്റെ വിധി മറ്റൊന്നായിരുന്നു. എന്റെ ഭർത്താവ് ആഡംബര കാർ ഓടിക്കുന്ന വെറും ഒരു ഡ്രൈവറായി പോയല്ലോ. എല്ലാരും കൂടെ നിർബന്ധിച്ചു, ഈ ദരിദ്രനെ കൊണ്ട് കെട്ടിച്ചു. പക്ഷേ ഋഷി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശിയായിരുന്നു. പക്ഷെ വിധിയുടെ കളിയിൽ അവൻ ഇപ്പോൾ ഒരു ദരിദ്രനായി അഭിനയിക്കേണ്ട സാഹചര്യമുണ്ടായി. സാറ് പറഞ്ഞ ഡിസൈൻ വെച്ച് നമുക്ക് ഇന്റീരിയർ ഉണ്ടാക്കാം. സർ, സാറിന്റെ ലക്ഷ്യങ്ങൾ വിലയുള്ള ഹെൽത്ത് ഡ്രിങ്ക്. അതിങ്ങ് തരൂ ഡാർലിംഗ്. അയാൾ നടന്നു വന്ന് അറിയാതെ ഋഷിയുടെ ദേഹത്ത് തട്ടി. ഇവനെന്താ കണ്ണില്ലേ? മിസ്റ്റർ ഋഷി, ഞങ്ങളുടെയൊക്കെ കണ്ണിപ്പെടാതെ മാറി കിടക്ക്. നിന്നെയൊക്കെ കാണുന്നതിന് ഞങ്ങൾക്ക് അറപ്പാ. മോളെ, എന്റെ താഴെ വീണ ഗ്ലാസ് എടുത്തു തരൂ. ഓ മൈ ഗോഡ്, അതിന്റെ ചില്ല് പൊട്ടിച്ചല്ലേ മഹാഭാബി. അയ്യോ, ഞാൻ എന്തിനങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ടെൻഷൻ ആയാലും ഞാൻ എന്ത് കഴിക്കുമെന്ന്? ക്രീം കേക്ക്. അതറിയാമല്ലോ, പിന്നെ എന്തിനാ വായി നോക്കി നിൽക്കുന്നേ? കാറിൽ പോയി എന്റെ ക്രീം കേക്ക് എടുത്തോണ്ട് വരും. ഉടനെ ഋഷിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ഞാൻ ഋഷിൻ പ്രതാപ്, ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശി. നീ എന്ത് തേങ്ങ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരൂ മിസ്റ്റർ ഋഷിൻ പ്രതാപ്. നിങ്ങൾക്കറിയാമോ നീ എന്തുമാത്രം ഡാമേജാണ് എനിക്കുണ്ടാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഇപ്പൊ 2 ലക്ഷത്തിന്റെ നഷ്ടം ഞങ്ങൾക്കുണ്ടാക്കിയത്. സോറി അങ്കിൾ, ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല. റിഡിക്കുലസ്. ദൈവം എന്തിനത്രയും പാവപ്പെട്ടവരുണ്ടാക്കുന്നത്? ചിയേഴ്സ് ഡാർലിംഗ്. ചിയേഴ്സ്. വീട്ടിലെത്തിയ ഋഷിയെ കാത്ത് മറ്റൊരു ദുരന്തമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ, അയാളുടെ ഭാര്യ ദേവയാനിയും അവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെട്ട ഒരു റമ്മി പാർട്ടി നടക്കുകയായിരുന്നു. യുനു ദേവയാനി, ഞാനെന്താ ലേറ്റ് ആയെന്ന് അറിയാവോ? ഞാൻ വരുന്ന വഴിയിലൊരു ചെറിയ പ്രശ്നം. എൻ്റെ കണ്ണടി പൊട്ടി. ഇതിനിത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യേ. കണ്ണാടി ഞാൻ ഏതെങ്കിലും സെവനിന്റെ കയ്യിൽ കൊടുത്ത് ശരിയാക്കാം. അതൊന്നും വേണ്ട, അതൊരു ലിമിറ്റഡ് എഡിഷൻ കണ്ണാടിയാ. കണ്ണിൽ കണ്ട് വേലക്കാരൊന്നും തൊട്ടത് അശുദ്ധിയാക്കണ്ട. വേലക്കാരന്മാർ പിന്നെയും ചീത്തയാക്കില്ല, ആരും സമാധാനം പറയും? ഋഷിയുടെ അമ്മായിമ്മ ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഋഷിയെ കണ്ടു. ഒരു മിനിറ്റ് ഋഷി, ഇങ്ങോട്ട് വന്ന്. ദേവയാനിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഋഷിയുടെ ഉള്ള സമാധാനം പോയി. എന്തോ പ്രശ്നത്തിനുള്ള പുറപ്പാടാണെന്ന് അവന് മനസ്സിലായി. വേലക്കാരനല്ല, വേലക്കാരനേക്കാൾ 2 സ്റ്റെപ്പ് മുകളിൽ. ഋഷി, നീ പോയി ഇദ്ദേഹത്തിന്റെ കണ്ണാടി ശരിയാക്കി കൊണ്ടുപോവാ. പെട്ടെന്ന് വരണം. എൻ്റെ പൊന്നു ദേവയാനി, അതൊന്നും ഐ കോണ്ട് ട്രസ്റ്റ് സെർവന്റ് ഓൺ മൈ എക്സ്പെൻസീവ് സ്പെക്സ്, പ്ലീസ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ജോലി ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവനാ ഋഷി. ഇൻഫാക്ട് നിങ്ങളുടെ കയ്യിൽ മറ്റു ജോലികളുണ്ടെങ്കിൽ പറ, അതും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതിലേതെങ്കിലും ഒരു ജോലി നീ സമയത്ത് ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ നിന്റെ ഗതി അതോ ഗതി. കല്യാണം കഴിച്ചു വന്ന നാൾ മുതൽ ഋഷി അവന്റെ അമ്മായിയമ്മ ദേവയാനി ദ്രോഹിക്കുമായിരുന്നു. എനിക്ക് വേറൊരു ജോലിയുണ്ട്. നിർത്തടാ. നീ ആദ്യം പറയുന്നത് ചെയ്യും. എത്രയും പെട്ടെന്ന് ഈ ജോലി തീർത്തിട്ട് വാ. എന്നിട്ട് വേണം നിനക്ക് അടുത്ത ജോലി തരാൻ. എനിക്ക് അറിഞ്ഞൂടാ ഏത് നശിച്ച നേരത്താണോ എന്തോ ശ്രീലക്ഷ്മി ഈ നാറിയെ കിട്ടിയത്. അവൾക്ക് വേറെ ഒരുത്തനെയും കിട്ടിയില്ല. ദേവയാനി, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? ജസ്റ്റ് ബ്രീത്ത് ആൻഡ് ബി നോർമൽ. ടേക്ക് പോസിറ്റീവ് വൈബ്സ്. ബ്രീത്ത് ഇൻ, യു വിൽ ബി ഫൈൻ. ഇവനെ പറഞ്ഞുവിട്. അപ്പോൾ തന്നെ അവളുടെ പകുതി ടെൻഷൻ മാറും. കണ്ണാടി അവൻ്റെ കൊടുക്ക്. എനിക്ക് അവനെ തൊടാൻ പോലും അറപ്പാണ്. എടാ, പിന്നെ ഗ്രാൻഡ് മാളില് പ്രൈം ഒപ്റ്റീഷ്യൻസിന്റെ അടുത്ത് തന്നെ പോകണം. നോ വെയർ എൽസ്. വേറെ ഏതെങ്കിലും ഒരുത്തൻ നന്നാക്കുന്നു എന്നതിന്റെ പേരിൽ കണ്ണാടി ചീത്തയാക്കിയ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട വിഷമവുമായി ഋഷി അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. അമ്മായിയച്ഛൻ കണ്ണാടിയിൽ തൊടുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് അവൻ കണ്ണാടി പോക്കറ്റിൽ വെച്ചത്. പെട്ടെന്ന് അമ്മായിയമ്മ ദേവയാനിയുടെ സുഹൃത്തുക്കൾ ഋഷിയോട് മറ്റു പല ജോലികളും ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപമാനത്തോടെ നിന്ന് അവൻ ചുമരിൽ വെച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഇത്രയും പേരെ എന്നെ അപമാനിച്ചിട്ടും ഞാൻ ഇവിടെ നിന്ന് പോവാത്തതിന് കാരണം നിന്നോടുള്ള സ്നേഹമാണ്. എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല. ഐ റിയലി ലവ് യു. ഇവരെല്ലാവരും എന്നെ അപമാനിക്കുന്നതിനുള്ള മറുപടി ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ നിന്ന് ഇറങ്ങി. അവൻ അവന്റെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും പോയി. വഴിയിൽ വെച്ച് അവന്റെ ഫോണിൽ ശ്രീലക്ഷ്മിയുടെ ഒരു കോൾ വന്നു. ആ ശ്രീലക്ഷ്മി, പറ. അതിനെന്താ, എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി, ഉടനെ വരാം.
ശ്രീലക്ഷ്മി അവനെ ഫോണിൽ വിളിച്ചപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ ദുഃഖവും അവന്റെ ഉള്ളിൽ നിന്ന് പോയി. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന സകല വിഷമവും മാറി. റോഡിന്റെ നടുക്ക് നിന്ന് അവൻ ഡാൻസ് കളിച്ചു. ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മി അവനെ ഓഫീസിലേക്ക് വിളിച്ചത്. കുറെ നാൾക്ക് ശേഷം ഇന്നാണ് അവൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. ഇന്നത്തെ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല. അകന്നിരുന്ന ഭാര്യയുമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒന്നിക്കാൻ പോകുന്നുവെന്ന് അവൻ കരുതി. ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മിനെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സ്നേഹം നീ തിരിച്ചറിയുകയും നീ എന്നെ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യും. വഴിയിൽ വെച്ച് അവനൊരു സ്വീറ്റ്സ് കട കണ്ടു. ശ്രീലക്ഷ്മിക്ക് കുട്ടിക്കാലം മുതലേ സ്വീറ്റ്സ് വളരെ ഇഷ്ടമായിരുന്നു. അവൻ സ്കൂട്ടർ ഒരു സ്ഥലത്ത് വെച്ചു. അവൻ സ്വന്തം പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ വെറും 200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, 200 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ടീഷർട്ട് വാങ്ങാൻ വെച്ചിരുന്ന പൈസ, ആകെപ്പാടെ 2 ജോഡി ഡ്രസ്സുണ്ട്. എന്നും ഒരേ ഡ്രസ്സ് ഇടുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ. സാരമില്ല, ശ്രീലക്ഷ്മിക്ക് സ്വീറ്റ്സ് വാങ്ങാനല്ലേ. അവളുടെ സന്തോഷത്തിന്റെ മുന്നിൽ ഞാൻ വാങ്ങാൻ വെച്ചിരുന്ന ടീഷർട്ടിന് എന്താ വില? വാലന്റൈൻസ് ഡേ വരാനിരിക്കുകയായിരുന്നു. അവൻ അവളുടെ പുറകെ നടന്ന് ആ റെഡ് റോസ് കൊടുത്തു. പിന്നെ നീയോ? നിനക്ക് നാണമില്ല ഇങ്ങനെ ഉളുപ്പില്ലാതെ പുറകെ നടക്കാൻ? 1 മാസത്തെ സമയമുണ്ട്. വാലന്റൈൻസ് ഡേക്ക് നീ എനിക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങിത്തരണം. അതിനൊരു 3 ലക്ഷം. അല്ലെങ്കിൽ വേണ്ട, 1 ലക്ഷത്തിന്റെ വിലയുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നാ മതി. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടി ചാവടാ. അതോടെ നിന്റെ ശല്യം തീരുമല്ലോ. ശ്രീലക്ഷ്മി, നീ പറയുന്ന ഇത്രയും പൈസ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു തുക തരാൻ പറ്റും? സ്വന്തം ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത നീ ട്രെയിനിന്റെ മുന്നിൽ പോയിട്ട് ചാടി ചാവുന്നതാ നല്ലത്. നിന്നെയൊക്കെ ഉണ്ടല്ലോ. പിണക്കം മാറാൻ പോകുന്ന സന്തോഷത്തിൽ അവൻ സ്വീറ്റ്സ് വാങ്ങി സ്കൂട്ടറിൽ കയറിപ്പോയി. അപ്പോഴാണ് അമ്മായിയച്ഛന്റെ കണ്ണാടി നന്നാക്കുന്നതിന്റെ കാര്യം ഓർത്തത്. എന്റെ പൊന്നമ്മായപ്പ, തന്റെ കണ്ണാടി നന്നാക്കുന്നതിനേക്കാൾ എനിക്കിപ്പോ വലുത് എന്റെ ശ്രീലക്ഷ്മിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത്. ഇനി വേലക്കാരെന്ന ലേബല് എനിക്ക് വേണ്ട. ഇന്നു മുതൽ ഞാൻ എന്റെ മുഖംമൂടി മാറ്റി വെക്കുക. റെഡിക്കുലസ്. ഋഷി അവൾക്കുള്ള സ്വീറ്റ്സുമായി അവളുടെ ഓഫീസിലേക്ക് കയറി വന്നു. അവിടെ നിന്ന് അവളുടെ സുഹൃത്ത് ശരത്തിനെ അവൻ അറിയാതെ തട്ടി. ശരത്തിന് ദേഷ്യം വന്നു. യു ഇഡിയറ്റ്, നിനക്കെന്താ കണ്ണില്ലേ? ഇവനൊക്കെ ആരാ ഇതിനകത്തേക്ക് കയറ്റിവിട്ടെ? ഈ ഓഫീസിനകത്തേക്ക് കയറി വരാൻ നിനക്ക് ആരാ അനുവാദം നൽകിയേ? ഇത് നിന്റെ തന്തയുടെ വീടാണെന്ന് കരുതിയോ? നീ ആരാണെന്ന വിചാരം? ശ്രീലക്ഷ്മിയുടെ ഓഫീസിലെ ശരത്ത് ഋഷിയെ അപമാനിച്ചു വിട്ടു. ശരത്ത് കരുതിയത് അവൻ പുതിയതായി വന്ന ഓഫീസ് ബോയ് ആണെന്നാണ്. എന്നിട്ട് ശരത്ത് ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ഇതെല്ലാം ശ്രീലക്ഷ്മി അകത്തു നിന്ന് കാണുകയായിരുന്നു. ശ്രീലക്ഷ്മി, ഇത് പഴയ ആള് തന്നെയാണോ? പണ്ട് നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, എന്നിട്ടിപ്പോ നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു? ഇത് കണ്ട് ദേഷ്യത്തിൽ ശ്രീലക്ഷ്മി അകത്തേക്ക് പോയി. അവളെ സമാധാനിപ്പിക്കാനായി ഋഷി അവളുടെ പുറകെ നടന്നു. നീ ഇങ്ങനെ മുഖം വെറുപ്പിക്കല്ലേ. സംഭവിച്ചതൊക്കെ നല്ലതിന്. നമുക്ക് പിണക്കൊക്കെ മറന്ന് പണ്ടത്തെ പോലെ സ്നേഹിച്ചൂടെ? എന്റെ ജീവിതത്തിൽ നിന്ന് പോയി തരാൻ നിനക്ക് എത്ര രൂപ തരണം? ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ നീ പോകണം. നീ എന്താ കരുതി ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ? എന്റെ ഭർത്താവാണെന്ന വിചാരം ഉണ്ടെങ്കിൽ നീ വെറും വേലക്കാരനാ. എന്റെ അച്ഛന് പറ്റിയ അബദ്ധം നിന്നെ എന്റെ ഭർത്താവാക്കിയത്. അയാളുടെ തെറ്റ് കാരണം ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചോണ്ടിരിക്കുക. നിനക്ക് ഇത്രയ്ക്കായിട്ട് മനസ്സിലാവുന്നില്ലേ? നീ എന്റെ മനസ്സിൽ പോലും ഇല്ല. മനസ്സിൽ കയറാൻ വേണ്ടി നീ ശ്രമിക്കുകയും വേണ്ട. എനിക്ക് നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാ. ഓഫീസിലുള്ളവരോട് ഡ്രൈവറാണെന്ന് പറഞ്ഞ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തിയത്. നീ ഭർത്താവിന്റെ പേര് പറഞ്ഞ് എന്നെ ഇവിടെ നാണം കെടുത്താൻ വേണ്ടി വന്നതല്ലേ? ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ശരത്തുമായിട്ട് പ്രണയത്തില. എങ്ങോട്ട് തിരിഞ്ഞാലും നീ. ദൈവമേ, ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ? നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതെന്താ, വല്ല ഹോട്ടലുമാണോ? തറയിൽ കുറെ ജിലേബി കിടക്കുന്നു. ഇതെല്ലാം എടുത്തോണ്ട് ഡസ്റ്റ്ബിന്നിലിട്.
ശ്രീലക്ഷ്മി ഋഷിയെ വെറും ഒരു ഓഫീസ് അസിസ്റ്റന്റായി മാത്രമാണ് കണ്ടിരുന്നത്. അങ്ങനെ അവൾ അവനെയും വിളിച്ചുകൊണ്ട് ശരത്തിന്റെ ഓഫീസിലേക്ക് പോയി. ശരത്, ഐ എം സോറി. ഐ മിസ്ഡ് യു. ഓ, ലവ് യു. നീ എന്താ ഈ പൊട്ടനെ ഓഫീസിൽ വിളിച്ചുകൊണ്ട് വരുന്നേ? സോറി, ഇവിടുത്തെ വർക്ക് ലോഡ് കൂടുതലാക്കിയപ്പോ ഞാൻ തന്നെ ഒരു അസിസ്റ്റന്റിനെ നിയമിച്ചു. ശ്രീലക്ഷ്മി, ഞാൻ നിനക്ക് വേണ്ടി ഒരു റെയർ ഡയമണ്ട് നെക്ലസ് വാങ്ങി. എനിക്ക് വേണ്ടിയോ? യെസ്, നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പൈസയെ പറ്റി ഓർത്തില്ല. നമ്മൾ രോഹിൻ്റെ കല്യാണ റിസപ്ഷന് ഈ നെക്ലസ് ഇട്ടാ പോകുന്നത്. This is so beautiful. നീ എനിക്ക് വേണ്ടി തന്നെയാണോ ഇത് വാങ്ങിയത്? Thank you, thank you, thank you, thank you so much. നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഈ ഗിഫ്റ്റ് തന്നാൽ പോരാ. നിനക്കിതിൻ്റെ വില എത്രയാണെന്നറിയോ? 1 കോടി രൂപ. 1 കോടി രൂപയോ? യെസ്. Really? Oh my God, this is so beautiful. This is so beautiful. നിനക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഈ ഡയമണ്ട് നെക്ലേസ് ഇഷ്ടമാണെന്ന്? കല്യാണത്തിന് ഈ നെക്ലേസ് ഇട്ട് പോയാലുണ്ടല്ലോ, എല്ലാവരും എന്റെ പുറകിൽ നിന്ന് മാറില്ല. വലിയ സെലിബ്രിറ്റീസിനെ പോലെ ഞാൻ പാർട്ടിയിൽ ഷൈൻ ചെയ്യും. കമോൺ ശ്രീലക്ഷ്മി, നീ ഷൈൻ ചെയ്യുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുക. ശരത് ശ്രീലക്ഷ്മിയെ ഇംപ്രസ് ചെയ്യാൻ കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചു. അത് നോക്കി നിൽക്കാൻ മാത്രമേ ഋഷിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ ഈ നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ നെക്ലസിന്റെ കോപ്പിയാണ്. ഒറിജിനൽ നെക്ലസിലുള്ള ലോഗോ അല്ല ഈ നെക്ലസിലുള്ളത്. അത് ഈ ലോഗോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീലക്ഷ്മി, നിനക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ശ്രീലക്ഷ്മി പരിശോധിച്ചപ്പോഴാണ് ഈ ഡയമണ്ട് നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായത്. ശരത് ചെറുതായി ഒന്ന് നാണം കെട്ടു. ശ്രീലക്ഷ്മി, ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ കൂട്ടുകാരൻ എന്നോട് കള്ളം പറഞ്ഞോ? അവൻ എന്നെ പറ്റിച്ചോ? ഞാൻ നിനക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് അല്ല വാങ്ങിയത്. ഞാൻ നിനക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തായാലും എനിക്കിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ശ്രീലക്ഷ്മി, ഞാൻ ഇതുവരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, നീ ഇയാളിൽ നിന്ന് അകലം പാലിക്കണം. അവൻ നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാ നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് നെക്ലസ് തന്നത്. ഇങ്ങനത്തെ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ചതിക്കും. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യും. എന്തായാലും നിനക്ക് ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് വാങ്ങി തരാൻ വേണ്ടി ഞാൻ പണിയെടുക്കും. നിനക്ക് വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരും. ഋഷി ഇങ്ങനെ പറഞ്ഞത് അവൾക്കൊരു ഷോക്കായി. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഋഷി എന്തുമാത്രം ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഈ വൃത്തികെട്ട ചതിയന്മാരിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഋഷി തന്റെ ഒപ്പം നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അന്നാദ്യമായി അവൾ ഇങ്ങനെ ചിന്തിച്ചു. ഈശ്വര, പണമില്ലാത്തതിന്റെ പേരില് ഋഷിയെ ഞാൻ അകറ്റി നിർത്തിയത് മാപ്പർഹിക്കാത്ത തെറ്റാണല്ലോ. ശരത് വെറും ഒരു ബിസിനസ് പാർട്ട്ണറാണ്, പണക്കാരനാണ്, സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. ഋഷിയുടെ പെരുമാറ്റം കാരണം ശരത് ഈ കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ച പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഋഷിയുടെ സ്നേഹത്തിന് വേണ്ടി എന്റെ ഇത്രയും കാലത്തെ അധ്വാനം ഞാൻ കൊണ്ട് കടലിൽ കളയണോ? എനിക്ക് ഋഷിയുടെ ആവശ്യം ഇപ്പൊ ഇല്ല, പക്ഷേ ശരത്തിന്റെ ആവശ്യമുണ്ട്. ബിസിനസ് ലാഭത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഋഷിയെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എടാ കോപ്പേ, നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ ആരും ഇങ്ങോട്ടേക്ക് വിളിച്ചത്? നീ കാരണം എനിക്ക് എന്തൊക്കെയാ നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്തു. നിന്നെപ്പോലെ ഒരുത്തനെ കല്യാണം കഴിച്ചു എന്ന തെറ്റ്. ഇനി നീ ഒരിക്കലും എന്റെ കാര്യത്തിൽ ഇടപെടരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോടാ. ഹേ യു, സ്റ്റോപ്പ് ദ. നീ ആരാണെന്ന് നിന്റെ വിചാരം? നീ വലിയ ഹീറോ ആണോ? എന്നാ കേട്ടോ, നീ വെറും സീറോയാ. എന്നെ എതിർത്ത് സംസാരിക്കാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയ? നിന്റെ കൂതർ ജിലേബിയേക്കാൾ കൊള്ളായിരുന്നു ഞാൻ കൊടുത്ത ഡയമണ്ട് നെക്ലസ്. വൺ മോർ തിങ്, നിന്നെ പോലത്തെ ആൾക്കാർ സ്വന്തം യോഗ്യത സ്വയം മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ വലിഞ്ഞ് കയറി വരികയല്ല വേണ്ട. മര്യാദയ്ക്ക് വീട്ടിൽ പോയി അടുക്കളപ്പണി ചെയ്യടാ.
ശരത്തിനോട് വഴക്കുണ്ടാക്കി ഹീറോയിസം കാണിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഋഷി. ഇത് അവസാനമായിട്ടായിരിക്കണം. നീ ഇപ്പം എൻ്റെ നേരെ കൈ ചൂണ്ടിയില്ലേ, അതുപോലെ ഇനി ഒരു തവണ കൂടി കൈ ചൂണ്ടിയ നീ തീരും. എൻ്റെ പുറകിൽ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, അവളെൻ്റെ ഭാര്യ. അവളുടെ പുറകെ നീ ഇനി നടന്ന പിന്നെ ഞാൻ നിന്നെ കൊല്ലും. ഇനി ഒരു തവണ കൂടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ മുന്നിലെങ്ങാനും വന്ന നിന്റെ കുടുംബമടക്കം ഞാൻ കത്തിക്കും. നീ നേരത്തെ ചൂണ്ടിയതുപോലെ എൻ്റെ നേരെ നീ കൈ ചൂണ്ടിയ പിന്നെ നീ ബാക്കിയുണ്ടാവില്ല. പക്ഷെ അവന്റെ എതിർപ്പ് ശ്രീലക്ഷ്മി വകവെച്ചില്ല. അവൾ ശരത്തിന്റെ ഒപ്പം ആ നെക്ലേസ് ധരിച്ചുകൊണ്ട് കല്യാണ പാർട്ടിക്ക് പോയി. സ്വന്തം ഭാര്യ ഒരു ആഡംബര കാറിൽ സുഹൃത്തിനൊപ്പം പോകുമ്പോൾ തന്റെ സ്കൂട്ടർ നോക്കി വിഷമത്തോടെ ഇരിക്കുന്ന ഋഷി. ശ്രീലക്ഷ്മി, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള ചതി മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ എന്നെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. രാത്രി ഒരുപാട് വൈകി. ഋഷി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തു. എവിടെ പോയി കിടക്കൂടാ നീ? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു. നീ നിന്റെ അമ്മായച്ചന്റെ കണ്ണാടിയും കൊണ്ടുപോയി. എന്റെ കൂട്ടുകാരികള് നിന്നെ കുറെ ജോലി ഏൽപ്പിച്ചു, യാതൊന്നും ചെയ്തില്ല. നീ ഇതെവിടെയാ? അമ്മേ, ഞാൻ ശ്രീലക്ഷ്മിയെ വിളിക്കാൻ പോയി. അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. അവള് ഫോൺ എടുക്കുന്നില്ല. പക്ഷേ അവൾ എന്റെ കൂടെ ഇല്ല ഇപ്പൊ. എടാ, താനല്ലേ ഇപ്പൊ പറഞ്ഞ അവള് തന്റെ കൂടെ ഉണ്ടെന്ന്, പിന്നെ ഇപ്പൊ ഇല്ലെന്നോ? എന്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷേ അവൾ അവസാനം അവളുടെ ബിസിനസ് പാർട്ണർ ശരത്തിന്റെ കൂടെ പോയി. എന്റെ ദേവിയാനി, ഇവിടെ എന്താ നടക്കുന്നേ? നിന്റെ മരുമൻ രാവിലെ പോയതാ, ഇപ്പൊ എവിടെ? ഐ ടോൾഡ് യു ഐ ഡോണ്ട് ട്രസ്റ്റ് ദിസ് മാൻ. എനിക്ക് ക്ലബിൽ ചീട്ട് കളിക്കാൻ പോകണം. കണ്ണാടി ഇല്ലാതെ എനിക്കൊന്നും കണ്ടുകൂടാന്ന് നിനക്ക് അറിയില്ലേ? എനിക്കാണെങ്കിൽ വാച്ച് നോക്കി സമയം പോലും അറിയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ക്ലബിൽ പോവും? സോറി, ഒന്ന് റിലാക്സ് ചെയ്യ്. ഞാൻ വഴിയുണ്ടാക്കാം. ഐ പ്രോമിസ്. നിങ്ങളുടെ കണ്ണാടി വിൽ ബി ആസ് ഗുഡ് ആസ് ന്യൂ. എനിക്ക് ടെൻഷൻ ആകുന്നു. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. ഋഷി, താനിത് എവിടെ പോയി കിടക്കോ? ഒരു കാര്യവും ഉത്തരവാദിത്തോടെ ചെയ്യില്ല. മാമന്റെ കണ്ണാടിയും കൊണ്ട് കളഞ്ഞു. ഇപ്പൊ മാമന്റെ മോളെയും കൊണ്ടുപോയി കളഞ്ഞു. വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഇങ്ങനൊരു സാധനം. ഒരു മണിക്കൂറിനുള്ളിൽ ശ്രീലക്ഷ്മിയെയും നിന്റെ അമ്മായിച്ചന്റെ കണ്ണാടിയും കൊണ്ട് ഇവിടെ വരണം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവയാനി ദേഷ്യത്തിൽ ഫോൺ വെച്ചു. ലിസൺ, ഐ ഹാവ് ടു ഗോ. ഐ എം സോ സോറി. ഒരു കാര്യം, കണ്ണാടി കിട്ടുമ്പോ നീ വല്ല അനാഥാലയത്തിലും ഡൊണേറ്റ് ചെയ്യേ. എന്റെ ചേട്ടാ, ഡോണ്ട് ബി സോ ഡ്രാമാറ്റിക്. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേ. അവൻ ഉടനെ തന്നെ കണ്ണാടിയുമായി വരും. എനിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടം, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. യു നോ ദാറ്റ്. ബൈ, സീ യു ഡാർലിംഗ്. ഋഷി ഉടനെ തന്നെ ഫോൺ എടുത്ത് ശ്രീലക്ഷ്മിയെ വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഋഷി ഉടനെ തന്നെ പാർട്ടി നടക്കുന്ന നൈറ്റ് ക്ലബിലേക്ക് പോയി. അവൻ അവിടെ മുഴുവൻ പരതി നോക്കിയെങ്കിലും ശ്രീലക്ഷ്മിയെ കണ്ടില്ല. അപ്പോൾ അവൻ ദൂരെ നിന്ന് ശ്രീലക്ഷ്മിയുടെ ഒച്ച കേട്ടു. പെട്ടെന്ന് ഋഷി ഒരു കാഴ്ച കണ്ടു. അവൻ ആ കാഴ്ച ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അവൻ ഉടനെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബിയർ ബോട്ടിൽ പൊട്ടിച്ചു. ഇതുവരെ അപമാനിച്ചതിന് എല്ലാത്തിനോടുള്ള ഉത്തരം അവൻ ഉടനെ കൊടുക്കും. ഈ പ്രതികാരത്തിന്റെ കഥ നിങ്ങൾക്കറിയണമോ? എന്ത് കാഴ്ചയായിരുന്നു അവൻ അവിടെ കണ്ടത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.